അയ്യടാ, ഈ രാത്രി കസർത്ത് കാണിക്കണ കണ്ടാ തോന്നും രാവിലെ വല്ല കൊട്ടേഷൻ പിടിക്കാൻ പോവാന്ന്. എടി ഒരു കിളക്കാരൻ എപ്പോഴും അവന്റെ മൺമട്ടി വൃത്തിയാക്കി വെക്കും. അതുപോലെയാണ് ഒരു ഗുണ്ട എപ്പോഴും അവന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കും കേട്ടാ. അല്ലെങ്കിൽ വല്ലൊരു ഓടുമ്പോ കിതയ്ക്കും. എന്റെ മനുഷ്യ, നിങ്ങളും വടിവാള് ബൈജും ഒരേ ടൈമില് ഫീൽഡിൽ ഇറങ്ങിയവരല്ലേ? വടിവാളിന്റെ ഇപ്പോഴത്തെ നിലയൊന്ന് കാണണം. ഇതിനിടയ്ക്ക് ആ ഗുണ്ടരാജുവിന്റെ കല്യാണം വന്നപ്പോ അയാളുടെ ഭാര്യയില്ലേ, ആ സുന്ദരി കോത, അവളെന്ന് കാണണമായിരുന്നു. ഞാൻ വല്ലവന്റെ ഭാര്യ നോക്കാറൊന്നുമില്ല. അല്ല, എന്താ സ്ത്രീക്ക് ഇത്ര പ്രത്യേകത? അയ്യോ, ഒന്ന് കാണണം ചേട്ടാ. ശരിക്കും ജ്വല്ലറി നടന്നു വരുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കണ്ടേ അന്തുവേട്ടന്റെ ഭാര്യ പറയാ, ഇക്കയോട് പറയാ, ഗുണ്ടാബേജുവിന്റെ വീട്ടില് മോഷണം നടത്താന്ന്. ആരും അതിശയിച്ചു പോകുന്നു. ഓരോരുത്തരുടെ യോഗം. അതെന്താ ചേട്ടാ ബൈജു അത്രയ്ക്ക് അങ്ങോട്ട് കയറാൻ കാരണം? 50 ലക്ഷത്തിന്റെ 2 കൊലപാതകം ഒറ്റ ഏറ്റെടുത്തല്ലേ പോയി ജയിലിൽ കിടന്നത്. അങ്ങനെയല്ലേ പണക്കാരനായത്? നമുക്ക് അധികമൊന്നും വേണ്ട ചേട്ടാ. ഒരു 5 ലക്ഷത്തിന്റെ കൊലപാതകം എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് ചേട്ടാ. നല്ല കാര്യായി. എടി, നിനക്കിത് പറയാൻ നല്ല സുഖ. പക്ഷെ ജയിലിൽ കിടക്കേണ്ട ഞാനാ. ഓ, ജയിലിലൊക്കെ ഇപ്പൊ നല്ല സൗകര്യ ചേട്ടാ. ചേട്ടന്റെ ചങ്ങാതി ആൽബർട്ട് വന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഓടി, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? സ്വാതന്ത്ര്യം വേണ്ടേ? ഓ, സ്വാതന്ത്ര്യം. ചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരുന്ന ചേട്ടനെ പിന്നെ ഈ ഫീൽഡിൽ ആരും വിളിക്കില്ല. നീ കുറെ നേരം കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ജയിലിൽ പോയി കിടക്കണോ? അതോ നിനക്ക് സഞ്ചരിക്കുന്ന ജുവലറി ആയിട്ട് റോട്ടിൽ കൂടെ നടക്കണോ? ചേട്ടൻ ജയിലിൽ പോയാലല്ലേ എനിക്ക് മൊബൈൽ ജ്വല്ലറി ആവാൻ പറ്റുള്ളൂ. നിനക്കൊരു പുതിയ മാല വേണം, അത്രയല്ലേ ഉള്ളൂ. തൽക്കാലം അത് മതി, വാങ്ങിച്ചേരോ? നിനക്കൊരു ചെറിയ മാല വാങ്ങി തരാൻ എനിക്ക് ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അച്ചായനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ആണോ? എന്നാ പോയി ചോദിക്കേട്ടാ. അയാൾ കടം തരുമോ ചേട്ടാ? എനിക്കവിടെ അക്കൗണ്ട് അല്ലേടി. കൊട്ടേഷൻ ഓരോ തവണയായിട്ട് അവിടെ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ അവിടെ ഇങ്ങനെ കൂടി കിടക്കല്ലേ. വല്ലപ്പോഴും അത്യാവശ്യമായിട്ട് 5000 10,000 അച്ചായന്റെ പോയി വാങ്ങും. ഇനി ഒരു 50,000 രൂപയോളം അച്ചായൻ എനിക്ക് കൊടുത്ത് തരാനുണ്ട്. ഞാൻ ഒന്ന് വിളിക്കാം. പെട്ടെന്ന് വിളിക്കേട്ടാ. ഓ, ഉഗ്രം പാട്ട്. അജയോ, ഓർമ്മയുണ്ടോ ഈ സ്വരം? ഓർമ്മയില്ലേ? പുഷ്കരൻ അച്ചായപ്പോഴും ഉണ്ട്. പിന്നെ നാളെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഒന്ന് കാണാൻ പറ്റോ? ഒരു കാര്യം നേരിട്ട് പറയാം. സ്ഥിര സ്ഥലത്ത് കോടതിയിൽ. ഞാൻ അവിടെ വരാം. അച്ഛൻ കാണോ? പറ്റിക്കല്. ഓക്കെ ചേ, താങ്ക് യു. എടി, രാവിലെ കോടതിയിലെ പരിസരത്ത് വെച്ച് കാണാൻ. അവിടെ എന്തോ കേസും മറ്റും ഉണ്ടെന്ന്. ഇച്ചാനെ കണ്ടിട്ടേ നേരെ ജ്വല്ലറിയിലേക്ക് വന്നാ മതി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കിലത്തെ ഭക്ഷണം പുറത്തുനിന്നാക്കാം. ഒരു നേരത്തെ ആഹാരം വെക്കാതിരുന്നപ്പോ എന്ത് സന്തോഷം. അല്ല, സന്തോഷം അതിന്റെ അല്ല, എനിക്കൊരു പുതിയ മാല കിട്ടൂലോ. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം ചൂടാക്കി കുളിക്കട്ടെ. ചായ എടുക്കട്ടെ ചേട്ടാ? എടുത്തു പോയി. എന്റെ പൗലോസേ, നീ ആ പൊതി എന്റെ കൊച്ചന്റെ കയ്യിലോട്ട് കൊടുത്തു വിട്ടോന്നേ. പ്രശ്നമൊന്നുമില്ല, എന്റെ മകനല്ലേ. അവനൊരു പക്ഷേ ഇത് എന്താ ഏതാന്നൊന്നും അറിയത്തില്ല. സംഗതി മറ്റേതാണെന്ന് നീ പറയണ്ട. അച്ചായന് കൊണ്ടുപോയി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞാ മതി. നീ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത്. KL2 6816. ഓ, നമസ്കാരം ചേ. എന്താ ചേ രാവിലെ തന്നെ ഒരു ഡീലിങ്? ഒരു പൊതിയുണ്ടടാ, നമ്മുടെ കൊച്ചന്റെ കൊടുത്തുവിടാൻ പറഞ്ഞിരിക്കുക. ഒരു 10 ലക്ഷത്തിന്റെ മുതല. അത് വല്ലവന്റെയും കയ്യിൽ കൊടുത്താലേ ഒന്നും എത്തത്തില്ല. അതുകൊണ്ടാ എന്റെ മോന്റെ കയ്യിൽ തന്നെ കൊടുക്കാൻ പറഞ്ഞത്. അല്ല, താനെന്താ കാണണോന്ന് പറഞ്ഞത്? ചുമ്മാതാ ചേ, വെറുതെ വർക്കൊന്നുമില്ലാതെ വീട്ടിലിരിക്കുക. എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ. സത്യം പറയാമല്ലോ പുഷ്കര, ഈ ഫീൽഡിൽ താനിപ്പോ അല്പം ഡള്ള. താൻ ജയിലിൽ പോയതിൽ പിന്നെ എന്തോരം ഗുണ്ടകളാ ഇവിടെ മുളച്ചതെന്നറിയാവോ? ജിതീഷ്, വിജീഷ്, ജിതിൻ, ന്യൂജൻ കൊച്ചുപിള്ളരാണെങ്കിലും ഭയങ്കര ആംബിയറാ. ശരിയച്ചാ, ഇപ്പൊ ന്യൂ ജനറേഷന്റെ തള്ളിക്കയറ്റം ഉണ്ട്. അതൊക്കെ 1-2 വർഷമാകുമ്പോ നിൽക്കു വെച്ചായ. നമ്മളൊക്കെ എത്ര കാലമായിട്ട് ഈ ഫീൽഡില്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഒരു കേസുണ്ട് ഈ കോടതിയില്, അതിന് വക്കീലിനൊന്ന് കാണണം. താൻ വിട്ടോ? ഹലോ അച്ഛാ, കുറച്ച് കാശിന് പറ്റായിട്ടാണ്. എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു. ഒരു 50 രൂപ പഴയതിന് ബാലൻസ് ഉണ്ടായിരുന്നേ. എന്റെ പുഷ്കര, താൻ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ ആരടുത്താടോ കാശുള്ളത്? നവംബർ 8-ന് ശേഷം മൊത്തം ടള്ളല്ലേ? അങ്ങനെയെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യല്ലോ അച്ഛായ. എനിക്കത് മതി.
എന്റെ ഭാര്യയ്ക്ക് അത്യാവശ്യമായിട്ട് ഇതുപോലൊരു മാല വാങ്ങാനാ. എന്റെ പുഷ്കര, ആൾക്കാർ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ റോട്ടിൽ ക്യൂ നിൽക്കുമ്പോ ഭാര്യയ്ക്ക് മാല വാങ്ങാന്ന് പറയുന്ന അഹങ്കാരമല്ലേ? എന്റെ കയ്യിൽ 10 പൈസ ഇല്ല, താമിട്ടോ. പിന്നെ കാശിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ അത് നടക്കേല. പിന്നെ എനിക്ക് തനിക്ക് തരാൻ കൊട്ടേഷനുമില്ല. മോനെ, ഒരു പാർസൽ വരും. മോൻ കോളേജിൽ നിന്ന് വരുമ്പോ അത് വാങ്ങിച്ച് കൈ വെച്ചേക്കണം. പിന്നെ മോനെ, ഞാൻ പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൈ തന്നെ ഉണ്ടാകണം. അച്ചായ, നീ എനിക്ക് കാശ് തരൂലടാ, എന്നെ കാണിച്ചിടടാ അവന്റെ പൊതി. സാറ് നമസ്കാരം. ഇതാരും ഗുണ്ടാഫീസ്കാരനാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? താനിയുടെ അടിപിടിയൊക്കെ അങ്ങ് നിർത്തി മാന്യനായെന്ന് കേട്ടു. അങ്ങനെയൊന്നുമില്ല സാറേ. ഈ പൈപ്പ് ഒന്ന് ഓഫ് ചെയ്തേ. സാറേ, വർക്കൊന്നുമില്ലാതെ വളരെ വിഷമിച്ചിരിക്കുക. എന്തെങ്കിലും പറയണ? താൻ പേടിക്കണ്ടോ, ഏതെങ്കിലും കേസിൽ പ്രതിയെ പിടിക്കേണ്ടി വന്നാൽ പുഷ്കരനെ ഞാൻ പ്രതിയാക്കിയേക്കാം. അയ്യോ, അതൊന്നും വേണ്ട സാറേ, നമ്മളെങ്ങനെയെങ്കിലും കഞ്ഞുപിടിച്ച് പോട്ടെ സാറേ. എന്താണോ താൻ രാവിലെ എന്താ കാര്യം? സാറേ, നമ്മളെ മറ്റച്ചാനല്ലേ സാറേ, എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട് സാറേ. ചോദിക്കുമ്പോ സാമ്പത്തിക മാന്യത്തേക്ക് പിടിച്ച് കളിക്കുക. അയാൾ അകത്താക്കാനുള്ള പ്ലാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സാറേ. എനിക്ക് വല്ല ഗുണം കിട്ടുന്നതാണെങ്കിൽ പറഞ്ഞു. ഗുണമുണ്ട് സാറേ. സാറേ, ഈ അച്ചായന്റെ മകന്റെ കയ്യിലെ 10 ലക്ഷത്തിന്റെ പൊതി എന്ന് വെച്ച മയക്ക് മരുന്ന് ഒരാൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ പയ്യൻ ഇത് മയക്ക് മരുന്നാന്ന് അറിയത്തില്ല. സാർ ആ പയ്യനെ ഒന്ന് പൊക്കണം. പൊക്കിയ എനിക്കെന്താണോ ഗുണം? അയ്യോ, ഗുണമേ ഉള്ളൂ സാറേ. ഒന്ന്, അത് 10 ലക്ഷത്തിന്റെ ഒരു സാധനം. രണ്ടാമത് അച്ചായന്റെ സ്വന്തം മകൻ. ഈ പയ്യനാണെങ്കിൽ അത് അറിയത്തൂല്ല. ആ പയ്യനെ സാറ് പൊക്കി അകത്തിടുമ്പോ ഈ സേവിയർ അച്ചായൻ സാറിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നടക്കും. ഒരു 2 ലക്ഷമൊക്കെ പുല്ലുപോലെ നമുക്കിങ്ങ് വാങ്ങാം. ഈ പ്ലാൻ ഉണ്ടാക്കി എനിക്ക് നിസ്സാരം ഒരു 50 രൂപ. അതെന്നാ പുഷ്കരായി പറയുന്നത്? നീ എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യുപകാരം ഞാൻ എനിക്കറിയാം സാർ തരുന്നത്. 100 50 ഒന്നും കിട്ടാനില്ല പുഷ്കര. ചില്ലറക്കൊക്കെ എന്താ ക്ഷാമം നിനക്കറിയാം. ഈ 50 അല്ല, മറ്റേ 50. അതാ, ഇത് നീ പറഞ്ഞ 50, ഇത് ഞാൻ നിനക്ക് തരുന്ന 50. അപ്പൊ എത്ര ഉണ്ട്? 100 എടുത്തോ. അയ്യോ സാറേ, ഈ 50 അല്ല, ഞാൻ 50,000 ഉദ്ദേശിച്ചത്. 50,000 ഉദ്ദേശിച്ചല്ലോ. ആദ്യം ഇത് വർക്കൗട്ട് ഒന്ന് പ്ലാൻ ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതോടൊക്കണ്ട. ഏതായാലും സാറ് കൈ നീട്ടിയതല്ലേ, ഒരു കൈ ബോണസായിട്ട് ഇരിക്കട്ടെ. ബാക്കി 49,900 രൂപ എല്ലാം കഴിഞ്ഞിട്ട് സാർ എനിക്ക് തന്നാ മതി. അപോലെ കണക്കാ പുഷ്കര. ഓക്കെ, സല്യൂട്ട് സാർ. ഇവനെയൊക്കെയാണ് പോലീസിലെടുക്കേണ്ടത്. എന്തോ സല്യൂട്ടാണ്. എന്റെ സേവിയർ അച്ചായ, ഇത് മയക്കുമരുന്നാണ്, അല്ലാതെ കൂവപ്പൊടിയല്ല. എന്നാൽ മയക്കുമരുന്ന് കൂവപ്പൊടിയാക്കാനും ഈ CI ഷിജുവിന് അറിയാം. അങ്ങനെ കഴിയണമെങ്കിൽ ഈ CIയെ കാണേണ്ട രീതിയിൽ കാണേണ്ടി വരും. എന്റെ സാറേ, ഞാനൊരു ബാഗിൽ 2 ലക്ഷം രൂപ കൊടുത്തു വിട്ടതാണല്ലോ. ആണോ? എന്നിട്ട് എനിക്ക് ആ കാശ് കിട്ടിയില്ലല്ലോ. സംശയിക്കാതിരിക്കാനേ ആ ബാഗിൽ ഒരുപാട് ന്യൂസ് പേപ്പറും വെച്ചിരുന്നു. ആണോ? 2 ലക്ഷം രൂപ അതും ന്യൂസ് പേപ്പറിൽ പറഞ്ഞ്. ഞാനൊന്ന് നോക്കട്ടെ. ഷീല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? ഇവിടെ ആരെങ്കിലും ഒരാൾ ഒരു ബാഗിൽ കുറച്ച് ന്യൂസ് പേപ്പറുമായിട്ട് വന്നായിരുന്നു? ബാഗ് കണ്ടില്ല സാർ, ന്യൂസ് പേപ്പർ കുറെ ഉണ്ടായിരുന്നു. ഈശ്വര, ചതിച്ചു. അപ്പൊ ബാഗ് എന്താ സാർ ആ ബാഗില്? ഈ മന്ത്രിസഭയെ മറിച്ചിടാവുന്ന രഹസ്യങ്ങൾ. ഈശ്വര. സാറേ, സത്യം പറയണേ സാറേ, ആ ബാഗിൽ എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങളാണ്. ഈ ഭരണം തന്നെ വീണു പോകാം. താൻ കണ്ടോ ആ ബാഗ്? കുറെ പത്രങ്ങളും ഉണ്ടായിരുന്നു. അല്ല, ബാഗ് ഞാൻ കണ്ടു സാറേ. കുറെ പത്രങ്ങൾ നിറച്ച ഒരു ബാഗ്. കുറച്ച് പിന്നെ ഒരു ആക്രിക്കാരൻ വന്നപ്പോ പഴയ പത്രങ്ങൾ കൊടുത്ത് ഞാൻ അതും ഒന്ന് കൊടുത്തു. ആ ബാഗ് നോക്കിയാണോ താൻ? ബാഗ് ഞാൻ നോക്കി സാറേ. അത് ലെതർ ആയതുകൊണ്ട് 10 പൈസ തരില്ല എന്ന് ആക്രിക്കാരൻ പറഞ്ഞു. ആകെ 240 രൂപ പത്രത്തിന് കിട്ടി. അത് ഞാൻ ചായ ഫണ്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു. എവിടെയോ ആ ആക്രി? ആ മാക്രി അല്ല, ആ ആക്രി ഇപ്പൊ അങ്ങോട്ട് പോയതുള്ളൂ. വണ്ടി എടുക്ക. പൊട്ടനാ, ഇനിയിപ്പൊ സകല ആക്രികളെയും നോക്കി നടക്കും. സാറേ, ഇത് മോശമായി പോയി. അതെന്താ? ഇത് കള്ളമാണെന്ന് സാർ അറിഞ്ഞ പപ്പൻ സാറിന്റെ കാര്യം ഗോപിയാ. എന്റെ ശീലെ, കാര്യം കാണാൻ വേണ്ടിട്ട് ആരോ കൈക്കൂലി കൊടുത്ത കാശ. അതാ ഇത്ര വെപ്രാളം കാണിക്കുന്നത്. എന്തായാലും നമുക്ക് കളി കാണാം. സാറേ, ഈ ഏരിയയിൽ ഒരുപാട് ആക്രി കടകളുണ്ട്. അതിൽ ഏതാന്ന് വെച്ചാ നമ്മൾ തിരയുന്നത്? എടോ, ഈ ഏരിയയിലെ സകല ആക്രിക്കടയും നമ്മൾ സെർച്ച് ചെയ്യും. കാരണം ആ ബാഗിൽ ഒരു വിലപ്പെട്ട രേഖയുണ്ട്.
സാർ എന്നോട് മറക്കൊന്നും വേണ്ട. അതിനകത്ത് 2 ലക്ഷം രൂപയല്ലേ എനിക്കറിയാം സാറേ. കള്ളൻ. അപ്പൊ താനാണല്ലേ അത് അടിച്ചെടുത്തത്? നിർത്തണ വണ്ടി. അയ്യോ അല്ല സാറേ, സാറാ മയക്കുമരുന്ന് പാർട്ടിയെ വിടണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്തയക്കണമെന്ന് ഫോൺ ചെയ്തത് ഈ ജീപ്പിൽ വെച്ചല്ലേ? ഓ അങ്ങനെ. സത്യം പറയാമല്ലോ എന്റെ ആലുക്കുട്ടി, അത് തന്നെയാണ് സത്യം. ആ ബാഗ് ആ തെണ്ടി ASI പപ്പൻ പത്രങ്ങളോടൊപ്പം ആക്രിക്കാർക്കെടുത്ത് വിറ്റു. ഓ ആ സത്യസന്ധനെ കൊണ്ട് തോറ്റ്. എന്റെ സാറേ, ഇന്നലെ ഒരു കാശുകാരൻ വന്ന് മൂപ്പരുടെ കയ്യിൽ ഒരു 5000 രൂപ കൊടുത്തിട്ട് സ്റ്റേഷനിൽ ഒരു പാർട്ടി നടത്താൻ പറഞ്ഞപ്പോ അയാളെ ഗെറ്റ് ഔട്ട് അടിച്ച പാർട്ടിയാ ഈ പപ്പൻ. അയ്യോ, അപ്പൊ ആ കാശ് വാങ്ങിയില്ലേ? ഞാൻ പുല്ലുപോലെ വാങ്ങിയില്ലേ? ക്രിസ്മസ് സീസൺ അല്ലേ സാറേ, ഫാമിലിക്ക് വേണ്ടി 2 സാരി വാങ്ങിയപ്പോ കാശ് അങ്ങ് തീർന്നുപോയി. ആലിക്കുട്ടി, എന്താ സാറേ? സ്റ്റേഷനിൽ ചെലവാക്കേണ്ട കാശാണ് താൻ വീട്ടിൽ ചെലവാക്കിയത്. അയ്യോ, എനിക്ക് വീടും സ്വന്തം സ്റ്റേഷൻ പോലെയാ സാറേ. പോലീസ് അയ്യോ സാറേ, 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 അയാളെ എന്തിനാ സാറേ ഓടിക്കുന്നേ? എന്നാ പിന്നെ താൻ പോയി പിടിക്കണോ അയാളെ? അയാളെ എന്തിനാ സാറേ നമുക്ക്? ബാഗ് കിട്ടാൻ. അയ്യോ എന്റെ സാറേ, നമുക്ക് ഈ കടയും സാധനങ്ങളും പരിശോധിച്ചാ പോരെ? അത് മതിയോ? പിന്നെ അല്ലാതെ. എന്നാ വാ നമുക്ക് ആ നോക്കാം. വാ നോക്ക്. ദേ അവിടെ പോയി നോക്ക്. അകത്തോട്ട് നോക്കാം സാറേ. കിട്ടിയോ? കണ്ടോ? എന്തുവാ സാറേ? കള്ളക്കടത്ത സാധനങ്ങളെ ഏതോ ഒരു ആക്രിക്കാരൻ കടത്തുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടി. അത് സെർച്ച് ചെയ്യാം. ഓ അത് ശരി. ഈ ആക്രി കടയിൽ മൊത്തം ആക്രി സാധനങ്ങളാണല്ലോ സാറേ, നല്ല ഒന്നുമില്ല. സാറേ വേണ്ട, ഇത് കണ്ട സാറേ, വിനീത് ശ്രീനിവാസന്റെ പുതിയ പടം. പോയി സെർച്ച് ചെയ്യൂ. വിനീത് ശ്രീനിവാസൻ. ദേ അവിടെ പോയി നോക്ക്. ആവട്ടെ സാറേ. ഇവിടെ ഒന്നും ഇല്ലല്ലോ സാറേ. ഹലോ, എന്റെ സാറേ, എന്റെ പയ്യനെ ഇതുവരെ കേസിന്ന് വിട്ടില്ലല്ലോ. എന്റെ സേവിയർ അച്ചായ, നിങ്ങൾ കൊടുത്തയച്ച ബാഗോ കാശോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ആ പയ്യനെ വിടും? എന്റെ സാറേ, സ്വന്തം വീട്ടിൽ കൊടുത്തയച്ച ബാഗ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ കാര്യത്തിൽ സാർ എങ്ങനെ ഇടപെടും? അയ്യോ അത് ശരി, ബാഗ് കൊടുത്തയച്ചത് വീട്ടിലേക്കായിരുന്നോ? എന്നാ പിന്നെ അത് പറയണ്ടായിരുന്നോ? ഓക്കെ എടോ ആലിക്കുട്ടി, എന്നാ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. വാടോ. ഇത് കളയണ്ടായിരിക്കട്ടെ. എനിക്ക് വയ്യ. എടി കാഞ്ചനെ, എന്തോന്നായത്? ഇവിടെ അത്രയും വൃത്തികേടായി കിടക്കുന്നു. അമ്മ ഇപ്പൊ ഇങ്ങ് വരും. നിങ്ങളുടെ അച്ഛനും രണ്ടാനമ്മയും കൂടി വൃത്തികേടാക്കിയതാ. അവരുടെ 3 ദിവസത്തെ സുഖവാസം കഴിഞ്ഞല്ലോ. അവര് ചെയ്തതേ സ്വയം വൃത്തിയാക്കിയാ മതി. ഹോ, ലോകത്ത് ഒരു സ്ത്രീക്ക് ഇല്ലാത്ത അനുഭവാ എനിക്ക്. നിനക്ക് എന്തോന്നാടി ഇത്രമാത്രം അനുഭവിക്കുന്നത്? പിന്നല്ലാതെ, നിങ്ങൾക്ക് 2 അച്ഛനും 2 അമ്മയും അല്ലേ ഉള്ളത്. ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് 2 അമ്മായിയമ്മമാരെ സഹിക്കേണ്ട ഗതികേട് വരുമോ? എന്റെ കഷ്ടകാലത്തിന് 2 അമ്മായിയമ്മമാരായി പോയില്ലേ. ഒരാൾക്ക് വീട് വൃത്തികേടാക്കുന്നതിലാ താല്പര്യമെങ്കിൽ മറ്റേയാൾക്ക് എവിടെയെങ്കിലും ചെറിയൊരു അഴുക്ക് കിടന്നാ അപ്പ കലി വരും. ഇത്രയും വലിയ പ്രശ്നമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ SIയെ കെട്ടത്തില്ലായിരുന്നു. ഓ പിന്നെ നിന്നെ കെട്ടാൻ വലിയ IPS കാരൻ വരുമായിരുന്നോ? +2 ഇപ്പോഴും 8 പേപ്പർ കിട്ടാനുള്ള ആളാണ് ഇന്നെന്ന് പറയുന്നത്. ആര് പറഞ്ഞു? എന്ത് 8? പിന്നെ തിയറി 6 ഉള്ളൂ. ഏട്ടാ, അന്ന് പനിയായിട്ടല്ലേ? ഈ പനി മാറിയിട്ട് പിന്നെ നീ എഴുതിയില്ലല്ലോ. അപ്പൊ വേറൊരു പനി വന്നില്ലേ? അത് പനി. ജ്വരം, സിനിമാ ജ്വരം, സുരേഷ് ഗോപി ജ്വരം. അപ്പൊ ഒരു SI ആണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഒന്നും ചിന്തിക്കാതെ നീ അങ്ങ് സമ്മതം മൂളി. പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നീ ചോദിച്ച ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോഹൻ തോമസിന്റെ എന്ന ഡയലോഗ് ഏത് പടത്തിലെയാന്ന്? ഏട്ടൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ, കെട്ടിയില്ലേ? അപ്പോഴേ എനിക്ക് ഇഷ്ടായി. അന്ന് നീ എന്റെ ഒരു കാര്യവും ചോദിച്ചില്ല. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും തമ്മിലടിച്ച് പിരിഞ്ഞപ്പോ തകർന്നു പോയൊരു കുട്ടിയാണ് ഞാനെന്ന് നീ അറിഞ്ഞില്ല. അതൊക്കെ ഇപ്പൊ സാധാരണയല്ലേ ഏട്ടാ? ആ, അപ്പൊ കോടതി സാധാരണ അമ്മയുടെ കൂടെയെ കുട്ടിയെ വിടുക. 18 വയസ്സാകുമ്പോ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാം. പക്ഷെ കുട്ടിയായ ഏട്ടൻ 2 പേരോടൊപ്പം നിൽക്കണമെന്ന് വാശി പിടിച്ചപ്പോ കോടതി ഏട്ടനെ ആഴ്ചയിൽ 4 ദിവസം അമ്മയുടെ കൂടെയും 3 ദിവസം അച്ഛന്റെ കൂടെയും വിട്ടു.
അത് 18 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ടും ഏട്ടൻ പിന്നെയും അതുപോലെ താമസിച്ചതല്ലേ പ്രശ്നം? എടി, എനിക്ക് രണ്ടുപേരെയും വേണം. എന്റെ അച്ഛനും അമ്മയും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഓ, ഇഷ്ടായിട്ടല്ലേ അച്ഛനും അമ്മയും പോയി വേറെ കല്യാണം കഴിച്ചത്? എന്റെ ഏട്ടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഏട്ടന് ജോലിയും ആയി. ഇനി അതുപോലെ 4 ദിവസം അമ്മയെയും 3 ദിവസം അച്ഛനെയും എന്തിനാ ഇങ്ങോട്ട് താമസിക്കാൻ ക്ഷണിക്കുന്നേ? എടി, അവരൊക്കെ ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്താടി ഒരു രസം? സത്യം പറഞ്ഞ, നീ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഏത് കറിയാണ് ഇഷ്ടം, എന്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത്, എവിടെയൊക്കെ പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെ എന്തെങ്കിലും. ഓരോ സമയത്തും എനിക്ക് എന്താ തോന്നുന്നതെങ്കിലും നീ ചോദിച്ചിട്ടുണ്ടോ? നീ എപ്പോഴും എന്നെ ഒരു SI മാത്രമായിട്ടാ കാണുന്നത്. നിന്റെ ആരാധനാപാത്രമായ സുരേഷ് ഗോപിയുടെ നിഴലെങ്കിലും ഉണ്ടോ എന്നാ നീ നോക്കുന്നേ. അതില്ലെങ്കിലോ എന്നെ നീ കളിയാക്കും, ദേഷ്യപ്പെടും. ശരിയല്ലേ? പക്ഷേ എന്റെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെയല്ല. എനിക്കൊരു പനി വന്നാ അവരറിയും, എന്റെ സ്വരം ഇടറിയ എന്റെ വേദന അവരറിയും. അതാണ് ഈ വ്യത്യാസം. വെറുതെ സെന്റി അടിക്കാതെ ഏട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എനിക്ക് ഏട്ടനെ പോലെ തന്നെ ഇഷ്ടാ ഏട്ടന്റെ 2 അമ്മമാരെയും 2 അച്ഛന്മാരെയും. ആണോ? അച്ചാറവിടെ? അയ്യോ, എടുക്കാൻ മറന്നു എന്നാ തോന്നുന്നേ. എപ്പോഴും നിങ്ങൾ മറക്കും. മോൻ എന്റേതല്ലേ? എന്റെ മോൻ അച്ചാർ കൂട്ടണ്ടെന്ന് കരുതി വേണമെങ്കിൽ നിങ്ങൾ അത് ഒളിപ്പിച്ചും വെക്കും. എന്തൊക്കെയാ ഭാർഗവി നീ പറയുന്നത്? ആ, ദാ കിട്ടി, അച്ചാറ് കിട്ടി. അമ്മേ, അയ്യോ, എന്താടാ നീ ആകെ എങ്ങ് മെലിഞ്ഞു പോയല്ലോ. എടി, നീ ഇവന് ആഹാരം ഒന്നും കൊടുക്കുന്നില്ലേ? ഇല്ലമ്മേ, ഞാൻ അങ്ങനെ വലിച്ചു വാരി തിന്നാനൊന്നും കൊടുക്കാറില്ല. ബോഡി എപ്പോഴും ഫിറ്റ് ആയിരിക്കണം, എന്നാലേ SI ഷൈൻ ചെയ്യാൻ പറ്റും. കാഞ്ചനെ, നിനക്ക് ചെറുപ്പത്തിൽ ഒന്നും തിന്നാൻ കിട്ടാത്തത് കൊണ്ടാ നീ ഈ കോലത്തിലായത്. എന്റെ മോനെ ഈ കോലത്തിൽ നോക്കാൻ ഞാൻ വിടത്തില്ല. അമ്മ മോനെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞു, എന്നെ കുറിച്ച് പറയരുത്. അമ്പലത്തിൽ ശാന്തിയായിരുന്ന എന്റെ അച്ഛൻ ചീട്ട് മുറിച്ചു വാങ്ങാൻ ആൾക്കാർ വരാത്ത പായസം മൊത്തം കുടിക്കുന്നതേ ഞാനും എന്റെ അനിയനും കൂടിയാ. അത്രയും ആവശ്യമായിരുന്നു. അങ്ങനെ മൊത്തം പായസവും കുടിച്ച് ഷുഗർ കയറിയിട്ടാ എവളി സ്ലിം ബ്യൂട്ടി ആയി പോയത്. ചേട്ടൻ പറഞ്ഞാൽ അവസാന വാക്ക് മാത്രം ഞാനിങ്ങ് എടുക്കുക. ഏത് വാക്ക്? സ്ലിം ബ്യൂട്ടി. ഒരു ഷുഗറും ഇല്ലാത്ത സ്ലിം ബ്യൂട്ടി. അങ്കിൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷി നിരീക്ഷണമൊക്കെ എങ്ങനെ? ഓ, ഇങ്ങനെ കഴിഞ്ഞു പോന്നു മോളെ. ആ, ഇത് എന്റെ പക്ഷികളെ കൊണ്ട് എനിക്ക് രാത്രി ഉറക്കമില്ലെന്നേ. അയ്യോ, കിട്ടിയ സകല പക്ഷികളെയും ഓരോ കൂട്ടിലൊക്കെ വീടിനടുത്തുള്ള തോട്ടത്തിൽ തൂക്കിയിടും. രാത്രിയിൽ അവറ്റൊക്കെ കടന്ന് നിലവിളിക്കും. അങ്കിളിനാണെങ്കിൽ ആ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കവും വരത്തില്ല. അല്ലാതെ മൂപ്പര ശബ്ദം മൊബൈൽ പിടിച്ച് വെക്കല്ലേ, രാത്രി അത് ഓണാക്കി വെച്ചിട്ടാ ഉറക്കം. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഉറക്കം വരത്തില്ല. വാ. ഇതെന്തോന്നാ? കാഞ്ചനെ, കാഞ്ചനെ, ഇങ്ങോട്ടാടി. ഇതെന്തുവാടി? ഈ ബെഡ്ഷീറ്റ് ഇതുവരെ മാറ്റിയില്ലേ? എടി, നിന്നോടാ ചോദിച്ചത്, ഈ ബെഡ്ഷീറ്റ് ഇതുവരെ മാറ്റിയില്ലേന്ന്. സമയം കിട്ടിയില്ലമ്മേ മാറ്റാൻ. ഇപ്പൊ ചേട്ടന്റെ അച്ഛനും ഇളയമ്മയും പോയതേ ഉള്ളൂ. ഓ, അപ്പൊ ആ വൃത്തികെട്ടവൾ കിടന്ന് ബെഡ്ഷീറ്റ് മാറ്റാതെ നീ ഞങ്ങളെ ഇതീ കിടത്തും അല്ലേടി? എന്റെ ഭാർഗവി, നിനക്ക് തന്നെ അതങ്ങ് എടുത്ത് മാറ്റിയാ പോരെ? എന്റെ പട്ടി മാറ്റും. അവള് കിടന്ന ബെഡ്ഷീറ്റേ, ദേ എന്റെ പട്ടി മാറ്റുമെന്ന്. ഓ, അവിടെ ഒരു ബെഡ്ഷീറ്റ്. എടാ പോണാ വിനാശ, എന്തോ? എടാ ഓ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അമ്മേ, ഇതാ കൊണ്ടുവന്നമ്മേ അമ്മയുടെ ബെഡ്ഷീറ്റ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയത് വാങ്ങിയതാ. എടാ, പുതിയതോ? ആ, ഇതോ? ആ. അലക്ക് തേച്ചല്ലേടാ? അമ്മേ, ഞാനത് പുതിയത് മേടിച്ചതാ. എന്റെ അമ്മയ്ക്ക് ഞാൻ അങ്ങനെ പഴയത് കൊണ്ട് തരുമോ? എത്ര ദിവസമായി അമ്മ കണ്ടിട്ട്? എന്തടി നോക്കണം? എടി കാളി, ആ അച്ചായം കൊണ്ട് തന്നെ വാങ്ങി വിടറി. ബാഗോ? ഏതച്ചായൻ? ദേ, വെറുതെ അനാവശ്യം പറയരുത്. എന്റെ കാളി, ആ അച്ചായൻ ഒരു 2 ലക്ഷം രൂപയായിട്ട് ഒരു ബാഗ് ഇവിടെ എത്തിച്ചെന്ന് പറഞ്ഞിട്ട് അത് അറിയത്തില്ലെന്നോ? അയ്യോ ദൈവമേ, 2 ലക്ഷം രൂപയോ? ഏത് ബാഗ്? അയ്യോ എടി, നീ ആ മുറിയിലൊക്കെ പോയി നോക്കടി. ചിലപ്പോ ആ ചെറുക്കൻ്റെ ആയിരിക്കും കൊടുത്തത്. ആ മണ്ണുണ്ണി ഇത് എവിടെയാലും കൊണ്ടുവച്ചു. സാറേ, ബാഗ് തപ്പാൻ ഞാനും കൂടെ സഹായിക്കണം. ഒരുത്തന്റെ സഹായം വേണ്ട, എന്റെ വീട് തപ്പാൻ എനിക്കറിയാം.
ബാഗ് തപ്പാൻ വന്നേക്കുന്നു. ദേ ഡ്രൈവറുടെ പണി നോക്കിയാ പറ്റും. ഇവിടെ എല്ലാത്തിനും കൂട്ടപ്പരാന്താണ്. എവിടെ കൊണ്ടുവച്ചേക്കും? എന്റെ 2 ലക്ഷം. ഇത് എവിടാണ് കൊണ്ടുവച്ചേക്കുന്നത് പണ്ടാരം? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, സർവ്വ സാധനം വലിച്ചു വാരി ഇട്ടാല് അവനും തന്നെ ശരിയാക്കി വെച്ചേക്കണം. ഇല്ലെങ്കിൽ ഈ കാളിയുടെ തനി സ്വഭാവം അറിയും. വെച്ചേക്കാടി, ആ 2 ലക്ഷം രൂപ ഒന്ന് കിട്ടിക്കോട്ടെ. ഇതാരാ ഇപ്പൊ? അച്ചായ, ആ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നേ. എന്നാലും ആ ബാഗ് കൊടുക്കുമ്പം എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നു. എന്റെ സാറേ, സ്വന്തം അമ്മയുടെ കയ്യിൽ ബാഗ് കൊടുത്തേച്ച് സാറിന് കൊടുക്കണോന്ന് പറഞ്ഞാൽ അമ്മ സാറിന് തരാതിരിക്കുവോ? അയ്യോ, അമ്മയോ? 10-12 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അമ്മയുടെ കയ്യിൽ എങ്ങനെയാണോ നിങ്ങളുടെ പിള്ളേര് ബാഗ് കൊടുക്കുന്നത്? ഒരൊറ്റ വീക്ക് വെച്ചാണല്ലോ. എന്റെ സാറേ, എങ്കിൽ പിന്നെ സാറിന്റെ ഭാര്യയുടെ അമ്മയുടെ കയ്യിലായിരിക്കും. കുടുംബവും വീടും വിട്ട് എന്റെ കൂടെ ഇറങ്ങി തിരിച്ച പെണ്ണാണോ എന്റെ ഭാര്യ? അവക്ക് എന്താണെന്ന് അമ്മ വായി നോക്കി നിൽക്കാതെ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാ. എടോ മരങ്കോടൻ അച്ചായ, തന്റെ പിള്ളേർ എനിക്ക് കാശ് തരാനാന്നും പറഞ്ഞ് തന്റെ കാശ് മേടിച്ച് പറ്റിച്ച് മുങ്ങിയതാണോ? എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ തന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ ഞാൻ കോടതി കയറ്റും. 5-10 കൊല്ലം അവൻ അഴിയണം. എന്നാടാ കളി? ഇന്നാ സാറ് വെള്ളം കുടി. എന്നിട്ട് കാശ് എവിടെ കിട്ടിയോ? 10-12 കൊല്ലം മുമ്പ് മരിച്ചു പോയാ എന്റെ അമ്മയുടെ കാശ് കൊടുത്തേക്കുന്നെന്ന്. അയ്യോ, സാറേ, ഈ വീട്ടിലാ ഞാൻ ബാഗും കാശും കൊടുത്തേ. ഈ വീട്ടിലോ? നടനങ്ങോട്ട് നട. എന്ത് വേണം? ഇത് CSRന്റെ വീടല്ലേ? അല്ലല്ലോ, ഇത് SI സാറിന്റെ വീടാ. ബോർഡിലെ എസ് അടർന്ന് CI മാറിയതാ. CI സാറിന്റെ വീട് തൊട്ടപ്പുറത്താ. സാറേ, വീട് മാറിപ്പോയതാ. SI സാറിന്റെ വീട്ടിലാ ബാഗ് ഏൽപ്പിച്ചത്. സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. മേഡം, ഇവൻ CAയുടെ വീടാണെന്ന് കരുതി ഇവിടുത്തെ അമ്മയുടെ കയ്യിൽ ഒരു ബാഗ് ഏൽപ്പിച്ചിരുന്നു. കാഞ്ചനെ, അമ്മയുടെ കയ്യിൽ നിന്ന് ആ ബാഗ് ഒന്ന് മേടിച്ചു തന്ന ഉപകാരമായിരുന്നു. തൽക്കാലം ഈ കാര്യം ദിനേശൻ അറിയണ്ട. ആ ബാഗിൽ എന്താ സാറേ? ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങളായിരുന്നു ആ ബാഗിനകത്ത്. അതെ അതെ. അമ്മേ, വിളിക്ക്. അമ്മേ. എന്താടി? അമ്മേ, ഈ പയ്യൻ കൊണ്ട് തന്ന ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ അടങ്ങിയ ആ ബാഗ് ഇങ്ങനെ തന്ന ഉപകാരമായിരുന്നു. ഏത് പയ്യൻ? ഏത് ബാഗ്? എന്ത് സുരക്ഷ? ഈ അമ്മയ്ക്കല്ലേ നീ കൊടുത്തത്? അയ്യോ, അത് ഈ അമ്മയല്ല. പിന്നെ ഏതമ്മേടാ? എടാ, SIയുടെ അമ്മ ഞാനാ. ഞാൻ അങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടില്ല. വേറൊരാളാ. എടാ, പോടാ പൊട്ടാ അവിടുന്ന്. എടാ, SIയുടെ അമ്മ ഞാൻ തന്നെയാടാ. നിന്റെ മോനെ ഞാൻ ജയിലിൽ കയറ്റും. സാറേ, ബാഗും കാശും കൊടുത്തെന്നുള്ളത് സത്യമാ. എന്നെ വിശ്വസിക്കേ. എടി പെണ്ണെ, അവര് പറഞ്ഞതൊക്കെ സത്യമാടി. ദിനേശന്റെ 2ാനമ്മ വാങ്ങിയ ബാഗില്ലേ, എന്റെ കട്ടിലടിയിലുണ്ടായിരുന്നടി. അത് 2 ലക്ഷം രൂപയും ഒരു കത്തും ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ ആ കത്ത്? CIക്ക് കൈക്കൂലിയായി 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള കത്താ. ഞാനത് ദിനേശന്റെ കയ്യിൽ ഏൽപ്പിച്ച് SPക്ക് കൈമാറാൻ കൊടുത്തടി. അവനിപ്പോ അത് കൈമാറി കാണും. ഓ, ഈ അമ്മ ഒരു സംഭവം തന്നെ. ഇപ്പൊ മനസ്സിലായോ? ഹലോ മിസ്റ്റർ ഷിജു, യു ആർ അണ്ടർ സസ്പെൻഷൻ. അയ്യോ സാറേ, ഞാനും തെറ്റ് ചെയ്തു. താൻ ആ മയക്കുമരുന്ന് കേസ് തേച്ചുമാച്ച് കളയാൻ വാങ്ങിയ 2 ലക്ഷം രൂപയുടെ കൈക്കൂലി തെളിവോടെ കിട്ടി. തന്റെ ഫോൺ സംഭാഷണവും ചോർത്തിയെടുത്തു. സോറി മിസ്റ്റർ ഷിജു. സാറേ, സാറിന് എന്തോ ഒരു കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. കിട്ടിയടോ? കോള് കിട്ടി. എന്ത് കോളാ സാറേ? നല്ല മുഴുത്ത ഒരു സസ്പെൻഷൻ. അത്രേ ഉള്ളോ?